നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ ബാക്കി ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ആൾട്ടർനേറ്റിംഗ് സീരീസ് എന്താണെന്നും അത് ഒരു സീരീസ് ഉണ്ടെങ്കിൽ എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സീരീസ് അല്ലേ. അപ്പം എന്താണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്നുള്ളതാണ്. അതായത് ഒരു സീരീസിനെ നമ്മൾ സിഗ്മ എ ഐ എന്ന് പറയുന്ന ഒരു സീരീസിനെ നമ്മൾ ആൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ അതിൻ്റെ സൈൻ എന്ത് ചെയ്യണം? അതായത് ഓരോരോ ടേമിൻ്റെ A1ൻ്റെ പോസിറ്റീവ് ആണെങ്കിൽ A2ൻ്റെ നെഗറ്റീവ്, പിന്നെ A3ൻ്റെ പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്, അങ്ങനെ പോവുക. അല്ലെങ്കിൽ ആദ്യത്തെ നെഗറ്റീവ് ആണെങ്കിൽ പിന്നത്തെ പോസിറ്റീവ്, പിന്നത്തെ നെഗറ്റീവ്, പിന്നത്തെ പോസിറ്റീവ്, അങ്ങനെ പോവുക. ഏതെങ്കിലും ഒരു രീതിയിൽ പോവുകയും അതുപോലെ തന്നെ അതിൻ്റെ മോഡുലസ് അബ്സല്യൂട്ട് വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് പോകുന്ന സീക്വൻസ് ആവുക, അത് കൺവേർട്ട് ചെയ്യുന്ന സീറോയിലേക്കും ആണ് എങ്കിൽ അങ്ങനത്തെ സീരീസിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റാണ്. ഓക്കെ, ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് എങ്കിൽ അതിനുള്ള പ്രത്യേകത, അല്ലെങ്കിൽ ഒരു സീരീസ് എപ്പം കൺവേർട്ട് ചെയ്യുന്നുള്ള ഇതിൽ ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണെങ്കിൽ അത് കൺവേർട്ട് ചെയ്യുമോ ഇല്ലേ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒന്നാമത്തെ കൺസെപ്റ്റ് ഇതാണ്. ഒരു സീരീസ് ഉണ്ട്, ആ സീരീസ് എന്ന് പറയുന്ന ആൾട്ടർനേറ്റിംഗ് സൈനാണ്, അതുപോലെ ഡിക്രീസിങ് ടു അബ്സല്യൂട്ട് വാല്യൂ ആൻഡ് ടെൻ ടു സീറോയിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എങ്കിൽ ആ സീരീസ് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. അതാണ് ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റിൻ്റെ ഉള്ളടക്കം. അതായത് ഒരു സീരീസ് ഉണ്ട്, ആ സീരീസ് ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് എങ്കിൽ അതെന്താണ്? കൺവേർജ് ആണ്. ഓക്കെ, കൺവേർജൻ്റ് ആയിട്ടുള്ളൊരു സീരീസാണ്. അപ്പം ഇതിലൊരു നോട്ട് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതായത് ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് എങ്കിൽ അവിടുത്തെ എറർ എന്ന് പറയുന്നത് അതിൻ്റെ അപ്രോക്സിമേറ്റിംഗ് എറർ എന്ന് പറയുന്നത് SN, അതായത് ആ പാർഷ്യൽ സമ്മ്. എസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പാർഷ്യൽ സമ്മ് നമ്മൾ സീരീസിൽ ഡിസ്കസ് ചെയ്താണ്. അതായത് nth പാർഷ്യൽ സമ്മിനുണ്ടാകുന്ന എറർ എന്ന് പറയുന്നത് അത് ഒരിക്കലും n+1th അബ്സല്യൂട്ട് വാല്യൂവിനെയും കാട്ടിലും കുറവായിരിക്കും എന്നുള്ളതാണ്. n+1th ഇതിനെയും കാട്ടിലും എന്തായിരിക്കും? വാല്യൂവിനെയും കാട്ടിലും കുറവായിരിക്കും. ഈ രണ്ട് കൺസെപ്റ്റ്സ് ഓർത്ത് വെക്കണം. ഒന്നാമത്തെ കൺസെപ്റ്റ്സ് ഇതാണ്, അതായത് സിഗ്മ എ ഐ എന്ന് പറയുന്ന സീരീസ് ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് എങ്കിൽ നിർബന്ധമായിട്ടും എന്താണ്? ആ സീരീസ് കൺവേർട്ട് ചെയ്യും. അതാണ് ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന എറർ, അതായത് പാർഷ്യൽ സമ്മിൽ ഉണ്ടാകുന്ന എറർ, nth പാർഷ്യൽ സമ്മിൽ ഉണ്ടാകുന്ന എറർ എപ്പോഴും ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് n+1. nth ടേമിനെയും കാട്ടിലും കുറവായിരിക്കും, അതിനെക്കാട്ടിലും വലുതാവില്ല എന്നാണ് പറയുന്നത്. വലുതാവില്ല എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും കുറവോ അതിന് ഈക്വലോ ആയിരിക്കും എന്നാണ് അതിൻ്റെ മീൻ. ആർ യു അണ്ടർസ്റ്റുഡ് ഓർ നോട്ട്? ഓക്കെ, nth പാർഷ്യൽ സമ്മിനെക്കാട്ടിലും കുറവോ അതിന് ഈക്വലോ ആയിരിക്കും. അതാണ് ഈ രണ്ട് കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ രണ്ടും ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ഈ ആൾട്ടർനേറ്റിംഗ് ടെസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദി സീരീസ് 1 - 1/2 + 1/3 1/3 - 1/4 + 1/5 - etc. കൺവേർജ് ആണ് എന്ന് പറയാനും ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് സം വിത്ത് ആൻ എറർ ഓഫ് നോ മോർ ദാൻ 0.04. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫൈൻഡ്. ഇത് ഒന്നാമത്തെ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ നമ്മളിപ്പം പഠിച്ച ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റിലെ രണ്ടാമത്തെ നോട്ട്, അതായത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ നോട്ട് എന്ന് പറയുന്നത് എറർ ഒക്കെ അറിയിക്കുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. അങ്ങനത്തെ എന്താ പറയുക? ഫൈൻഡ് ഇറ്റ്സ് സം വിത്ത് ആൻ എറർ ഓഫ് നോ മോർ ദാൻ 0.04 എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കണ്ടെത്താം. അതിൻ്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഇത് കൺവേർജൻറ്റ് സീരീസ് ആണോ അല്ലേ നോക്കണം. ഈ സീരീസ് ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നമുക്ക് അതിനെന്ത് ചെയ്യണം? ആൾട്ടർനേറ്റിംഗ് സീരീസ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിക്കാം. അതായത് നമ്മൾ ആദ്യം A1 എന്താണ് നോക്കുക? 1 ആണ്. A2 എന്താണ് നോക്കുക? -1/2 ആണ്. A3 എന്താണ്? 1/3 ആണ്. A4 എന്താണ്? -1/4 ആണ്, എക്സെട്ര. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് AI ജനറൽ ആക്കി എഴുതാൻ പറ്റും അല്ലേ? I⁻⁻1, കാരണം മൈനസ് ഇങ്ങനെ മാറി വരുന്നുണ്ട് അല്ലേ? ഇപ്പോൾ പ്ലസ് മൈനസ് എന്നാണ്. അപ്പോൾ -1 I + 1/i ആണ് നമ്മളുടെ ഫോം.
അങ്ങനെ ആകുമ്പോൾ മോഡുലസ് ഓഫ് A1 എന്ന് പറയുമ്പം എന്താണ് വരിക? അബ്സല്യൂട്ട് വാല്യൂസ് 1, A2 മോഡുലസ് ഓഫ് A2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2, മോഡുലസ് ഓഫ് A3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/3, മോഡുലസ് ഓഫ് A4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/4 എക്സെട്ര. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം കിട്ടി. 1-നേയും കാട്ടിലും ചെറുതാണ് ആര്? 1/2. 1/2-നേയും കാട്ടിലും ചെറുതാണ് 1/3. 1/3-നേയും കാട്ടിലും ചെറുതാണ് 1/4. ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് A1 ലെസ് ദാൻ മോഡുലസ് ഓഫ് A2 ലെസ് ദാൻ മോഡുലസ് ഓഫ് A3 ലെസ് ദാൻ മോഡുലസ് ഓഫ് A1 ഈസ് ഗ്രേറ്റർ ദാൻ അല്ലേ, മോഡുലസ് ഓഫ് A2 ഈസ് ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് A3 ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് A4 ഗ്രേറ്റർ ദാൻ എക്സെട്ര എട്രാട്ര. അതായത് ആദ്യത്തെ കുഞ്ഞാപ്പ് വലുത്, ബാക്കി ഇങ്ങനെ ചെറുതായി വരികയാണ്. ദാറ്റ് മീൻസ് ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂസ് എന്താണ് എന്നുള്ളതാണ്. ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂസ് എന്താണ്? ഡിക്രീസിങ് ചെയ്തുകൊണ്ട് വരികയാണ്. ഡിക്രീസിങ് ചെയ്തുകൊണ്ട് വരുമ്പോൾ എന്താണ്? അതിനോടനുബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പം ഇനി നമുക്ക് AIs നമുക്ക് എങ്ങനെ കിട്ടും എന്ന് നോക്കാം. മോഡുലസ് ഓഫ് AI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/i ആണ്. ഇനി നമുക്ക് ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് ആൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ ഡെഫിനിഷന് ഇനി എന്ത് ചെയ്യണം? ലിമിറ്റ് മോഡുലസ് ഓഫ് AI ടെൻസ് ടു 0 ആണോ നോക്കണം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാം. ലിമിറ്റ് I ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് AI ഈക്വൽ ടു ലിമിറ്റ് I ടെൻസ് ടു ഇൻഫിനിറ്റി 1/i. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. ദെർഫോർ നമുക്ക് എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? അതായത് 0 കിട്ടിക്കഴിഞ്ഞു. അതായത് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദി സീരീസ് ഈസ് കൺവേർജസ് ടു 0. അപ്പം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താണ്? ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് എന്നുള്ളതാണ്. ഈ സീരീസ് എന്താണ്? ഒരു ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. ദാറ്റ് മീൻസ് ആ ആൾട്ടർനേറ്റിംഗ് സീരീസ് ആയതുകൊണ്ട് നമുക്ക് സുഖമായി. നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇനി അപ്ലൈ ചെയ്താൽ മതി. അതായത് ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്, കൺവേർജൻ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ബൈ ദി ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് ഇറ്റ് ഈസ് കൺവേർജ്. ഓക്കെ, ഇറ്റ് കൺവേർജ്. അതെന്ത് ചെയ്യും? കൺവേർജ് ചെയ്യുമെന്ന് കിട്ടി. അപ്പം ഇത് കൺവേർജ് ചെയ്യുമെന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭാഗം അവിടെ തീർന്നു. ഇനി രണ്ടാമത്തെ ഭാഗമാണ് നമ്മളോട് ഫൈൻഡ് ദി സം വിത്ത് എറർ 0.04 അല്ലേ, അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 0.044 അതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാൻ പറ്റും. കാരണം എന്തുകൊണ്ട്? അബ്സല്യൂട്ട് വാല്യൂ ഈക്വൽ ടു 1/i എന്നാണ്. ഈ 1/i എന്ന് പറയുന്ന ഫോർമാറ്റിൽക്ക് നമുക്ക് മാറ്റാൻ പറ്റുമോ? 0.04 നോക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഇതിനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ 4/100 എന്ന് എഴുതാൻ പറ്റും അല്ലേ. 2 zeros അപ്പുറത്തേക്ക് ഇട്ടാൽ മതി. അതിനെ അല്ലേ ഡെസിമൽ പോയിന്റ് മാറ്റുന്നതിന് ഡിവൈഡഡ് ബൈ എത്രയാണോ അതിനനുസരിച്ചുള്ള സീറോസ് ഡിനോമിനേറ്ററിൽ അല്ലേ. അപ്പോൾ 4/100 വിച്ച് ഈസ് ഈക്വൽ ടു അതിനെ ഒന്ന് ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ 1/25 എന്ന് കിട്ടിക്കഴിഞ്ഞു. അണ്ടർസ്റ്റാൻഡ്? നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം മോഡുലസ് ഓഫ് AI എന്താണ്? 1/i ആണ്. അതാണ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഒന്നെങ്കിൽ എന്താണ് നോട്ട് ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പാർഷ്യൽ സമ്മിൽ ഉണ്ടാകുന്ന എറർ nth പാർഷ്യൽ സമ്മിൽ ഉണ്ടാകുന്ന എറർ ഒരിക്കലും n+1th പൊസിഷനിൽ ഉണ്ടാകുന്നതിനെക്കാട്ടിൽ അല്ലേ ടേമിനെയും കാട്ടിൽ കുറവായിരിക്കും അല്ലെ ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? n+1 എന്നുള്ളത് ഇവിടെ ഉള്ള ഏത് കുഞ്ഞാപ്പാണ് ഇതിന് ഈക്വലോ അല്ലെ അതിൽ കുറവായിരിക്കും. n+1 എന്നുള്ള ആരാണ്? 1/i എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് 25 ആണ് എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് 25 എന്ന് പറഞ്ഞാൽ i+1 അല്ലെങ്കിൽ n+1 എന്തും എടുക്കട്ടോ. ഞാനിവിടെ n+1 എന്നാണ് എടുത്തത്, കാരണം നമ്മൾ എടുത്ത ടേം പ്രകാരം. അപ്പോൾ n ഈക്വൽ ടു എന്ത് കിട്ടും? 24. അപ്പം നമുക്ക് കാണേണ്ട പാർഷ്യൽ സം എത്രാമത്തെ പാർഷ്യൽ സം ആകാണ്ട് 24th പാർഷ്യൽ സം ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. അണ്ടർസ്റ്റുഡ്? അപ്പം 24th പാർഷ്യൽ സം എന്ന് പറയുമ്പോൾ 1 - 1/2 + 1/3 എക്സെട്ര. ഇത് നമ്മൾ തന്നെയാണ് ഏറ്റവും നല്ലത് ഉപയോഗിക്കാൻ. കാൽക്കുലേറ്ററിൽ ഉപയോഗിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ കണ്ടിട്ട് ഏകദേശം കിട്ടുന്നത് 0.6727 ആണ്. 0.6727 ആണ്. അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? അതായത് ഇതിൻ്റെ പാർഷ്യൽ സം എത്രാമത്തെ പാർഷ്യൽ സം ആണ് എന്നാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ഇത്ര എറർ വരുന്ന പാർഷ്യൽ സം
ഓക്കെ, എറർ ഒക്കെ ചെയ്യുന്ന പാർഷ്യൽ സമ്മാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പോൾ 24th പാർഷ്യൽ സം വരെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് നോക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സെക്ഷനിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുവരെ സുഖമാണ്. ആൾട്ടർനേറ്റിംഗ് സീരീസ് ഉപയോഗിച്ചിട്ട് ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്, അത് കൺവേർജൻ്റ് ആണെന്ന് കിട്ടി. പിന്നെ പറഞ്ഞാൽ നമ്മളോട് പാർഷ്യൽ സം കാണാനാണ് വിത്ത് എറർ അല്ലേ, 0.049 എറർ വരാത്ത രീതിയിലുള്ളത് കാണാനാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണോ തന്നത് അതിനെ ഇതിലേക്ക് ബന്ധിപ്പിക്കാൻ നോക്കണം. അതിനെക്കൊണ്ട് ഇവിടെ തന്നിട്ടുണ്ട് AI മോഡുലസ് ഓഫ് AI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/i, അതായത് മോഡുലസ് ഓഫ് AN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/n അല്ലേ. അപ്പോൾ AN+1 അതായത് 1/n+1 അല്ലേ, അതിനെക്കാട്ടിലും കൂടാൻ പാടില്ല എറർ എന്നുള്ളതാണ് തന്നത്. പാർഷ്യൽ സമ്മിൻ്റെ എറർ കൂടില്ല എന്നുള്ളതാണ്, അതായത് അതിലേക്കും കുറവാണ് എപ്പോഴും വരിക എന്നുള്ളതാണ്. അതിനെക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 0.04 = 4/i. അതിനെ എററിനെ ഒന്ന് മാറ്റി എഴുതിയപ്പം നമുക്ക് എന്ത് കിട്ടി, 1/i മോഡലിൽ കിട്ടി. അങ്ങനെ 1/i മോഡലിൽ കിട്ടി. അതായത് i എന്ന് പറയുന്നത് 25, അതായത് നമ്മളെ സംബന്ധിച്ച് i+1 ആണ് ഇവിടെ 25 എന്ന് പറയുന്നത്. ഓക്കെ, AN+1, അതായത് ഞാൻ n+1 എന്നാണ് ഇവിടെ എടുത്തത്. അതായത് nth പാർഷ്യൽ സം ആണ് നമുക്ക് കാണേണ്ടത്. n+1 എന്ന് പറയുന്നത് 25 എന്ന് എടുക്കുക. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ n എന്ത് കിട്ടും, 25 എന്ന് കുറച്ചാൽ n കിട്ടും അല്ലേ. അപ്പോൾ എന്ത്, n-നെ +1 പുറത്ത് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ n = 24. അപ്പോൾ S24 ആണ് നമ്മളോട് ഇവിടെ പാർഷ്യൽ സം കാണാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ടെസ്റ്റ് ഫോർ കൺവേർജൻസ് സിഗ്മ i = 1 to infinity -1 raised to i divided by 1 plus i whole square. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് ബി ക്വസ്റ്റ്യൻ ഉണ്ട്. 2/2 -1/2 + 2/3 -1/3 + 2/4 -1/4 etc. ഇത് രണ്ടും വ്യത്യാസമുണ്ട് സാധനം അല്ലേ. അപ്പോൾ ടെസ്റ്റ് ഫോർ കൺവേർജൻസിയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം. അതിന് സൊല്യൂഷൻ ആദ്യത്തെ നമ്മൾ എ എടുത്തു, അതായത് സിഗ്മ i = 1 to infinity -1 whole raised to i divided by 1 plus i whole square. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതിനെ മാറ്റി എഴുതാൻ പറ്റും. ഇതിനൊന്ന് മാറ്റി എഴുതാൻ പറ്റും അല്ലേ. അതായത് ഐക്ക് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. ഐക്ക് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, ഐക്ക് 1 കൊടുത്താൽ -1, പിന്നെ ഐക്ക് 1 കൊടുത്താൽ 1 + 1 2 square = 4. പിന്നെ അടുത്തത് 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ +1 വരും, +1/, ഇവിടെ 2 കൊടുത്താൽ 3 വരും, 3 square എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9. നെക്സ്റ്റ് അടുത്തത് 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ -1 വരും. ഓക്കെ, ഇവിടെ 1 + 3 എന്ന് പറയുമ്പോൾ 4 square എന്ന് പറയുമ്പോൾ 16 etc. അപ്പം ഇവിടെ A1 എന്ന് പറയുന്നത് -1/4 ആണ്. A2 എന്ന് പറയുന്നത് എന്താണ്, 1/9 ആണ്. A3 എന്ന് പറയുന്നത് എന്താണ്, -16 ആണ്. ഓക്കെ, 1/16 സോറി, -1/16 1/9 ഐ എം സോറി. അപ്പോൾ എക്സെട്ര. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കുഞ്ഞാപ്പൂനെ കിട്ടിക്കഴിഞ്ഞു. അപ്പം ഇവിടെ നോക്കുക, മോഡുലസ് എടുത്തിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് A1 എന്താണ്, 1/4. മോഡുലസ് ഓഫ് A2 എന്താണ്, 1/9. മോഡുലസ് ഓഫ് A3 എന്താണ്, 1/16 എക്സെട്ര. അപ്പോൾ 1/4-നേക്കാട്ടിൽ ചെറുതാണ് 1/9, 1/9-നേക്കാട്ടിൽ ചെറുതാണ് 1/16. അതുകൊണ്ട് എന്താണ്, ഡിക്രീസിങ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടും മോഡുലസ് ഓഫ് A1 ഈസ് ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് A2. Modulus of A2 is greater than modulus of A3. Modulus of A3 is greater than modulus of A4 etc. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി AI എന്താണെന്നൊന്ന് ചെക്ക് ചെയ്യാം. മോഡുലസ് ഓഫ് AI ഒന്ന് കാണാം അല്ലേ, ലിമിറ്റ് കൊടുക്കാനുള്ള. AI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 raised to i divided by 1 plus i whole square ആണ്. അപ്പം മോഡുലസ് ഓഫ് AI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് അങ്ങ് പോകും. അപ്പം അല്ലേ, മൈനസ് മോഡുലസ് വരുമ്പം എന്ന് പറയുമ്പം മൈനസിൻ്റെ ഏത് പവർ, -1ൻ്റെ എന്ത് പവർ എടുത്തിട്ടുണ്ടെങ്കിലും ഒന്നെങ്കിൽ -1 അല്ലെങ്കിൽ 1 വരുള്ളൂ. അപ്പോൾ -1 ആയാലും 1 ആയാലും മോഡുലസ് എടുക്കുമ്പോൾ 1 തന്നെയാണ് കിട്ടുക. therefore 1/1 plus i whole square അല്ലേ മോഡുലസ് ഓഫ് AI എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടി. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് i tends to infinity മോഡുലസ് ഓഫ് AI which is equal to limit I tends to infinity 1/1 plus i whole square.
അതല്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് I ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/1 + i ഹോൾ സ്ക്വയർ എന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 1 + i ഡിനോമിനേറ്ററിൽ 1/1 + i ആണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും എടുക്കാനും ഇതാക്കാനുമില്ല, കൺവേർജസ് ടു 0. അപ്പം നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു ലിമിറ്റ് I ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് ai കൺവേർജ് ചെയ്യുന്നുണ്ട്. ദെർഫോർ ദി സീരീസ് ഈസ് ആൾട്ടർനേറ്റിംഗ് സീരീസ്. അങ്ങനെ ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണെങ്കിൽ അതെന്താണ്? കൺവേർജ് ചെയ്യും. കാരണം എന്തുകൊണ്ട്? ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് കൺവേർജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇവിടെ എററിനെ പറ്റിയിട്ടോ ഒന്നും ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പാർഷ്യൽ സം കാണാനോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യകത ഇല്ല. ഓക്കെ, ഹോംവർക്കിൽ ഞാൻ കൂടുതൽ കൊടുത്തിട്ടുണ്ട് എററും ഇതിനെ സംബന്ധിച്ചുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളടുത്ത ബി ക്വസ്റ്റ്യൻ 2/2 -1/2 + 2/3 -1/3 + 2/4 -1/4 പ്ലസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതിൽ A1 എന്ന് പറയുന്നത് 2/2 ആണ് കേട്ടോ, അത് തെറ്റിപ്പോയതാണ്. 2/2 ആണ്. A2 എന്ന് പറയുന്നത് -1/2, ഇത് 2/2 ആണ് കേട്ടോ, ഇത് തെറ്റിപ്പോയതാണ്. A2 എന്ന് പറയുന്നത് -1/2 ആണ്. A3 എന്ന് പറയുന്നത് 2/3 ആണ്. അപ്പം A4 എന്ന് പറയുന്നത് -1/3 ആണ്. A5 എന്ന് പറയുന്നത് 2/4, A6 എന്ന് പറയുന്നത് -1/4. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A2 എന്ന് പറയുന്നത് ഇത് തെറ്റിയിട്ടുണ്ട്. A1 എന്ന് പറയുന്നത് 1, മോഡുലസ് ഓഫ് A2 എന്ന് പറയുന്നത് 1/2, മോഡുലസ് ഓഫ് A3 എന്ന് പറയുന്നത് 2/3. ഇത് 1 ആണ് കേട്ടോ, 2/2 ആണ് കേട്ടോ, അത് തെറ്റിപ്പോയതാണ്, പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം മോഡുലസ് ഓഫ് A4 എന്ന് പറയുന്നത് 1/3. ഓക്കെ, മോഡുലസ് ഓഫ് A5 എന്ന് പറയുന്നത് 2/4 എന്നിങ്ങനെ പോകും. അപ്പോൾ ഇവിടുത്തെ സംബന്ധിച്ച് ഇവിടെ 1 ഓക്കെ, 1-നേയും കാട്ടിലും ചെറുതാണ് 1/2, പക്ഷെ 1/2-നേയും കാട്ടിലും വലുതാണ് 2/3, മുക്കാ ഭാഗം 2/3. അതുപോലെ തന്നെ വേറൊരു പ്രശ്നം ഉള്ളത്, ഇവിടെ 1/3 അല്ലേ, പക്ഷേ 2/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 തന്നെ, 1/2 വലുതാണ് എന്തിനേയും കാട്ടിലും, 1/3-നേയും കാട്ടിലും. അതായത് സത്യത്തിൽ ഒന്ന് ഇതിനേയും കാട്ടിലും ചെറുതാണ് ഇയാൾ, പക്ഷേ ഇതിനേയും കാട്ടിലും വലുതാണ് ഇയാൾ. ഇങ്ങനെ മാറി മാറി കളിച്ചുകൊണ്ടാണ് പോകുന്നത് അല്ലേ. അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ച് എന്താണ്, മോഡുലസ് ഓഫ് A2 എന്ന് പറയുന്നത് ഒരിക്കലും വലുതല്ല അല്ലേ മോഡുലസ് ഓഫ് A3-നേയും കാട്ടിലും. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് A4 എന്ന് പറയുന്നത് വലുതല്ല മോഡുലസ് ഓഫ് A5-നേയും കാട്ടിലും. അതുകൊണ്ട് എന്തല്ല, ഇതൊരു ആൾട്ടർനേറ്റിംഗ് സീരീസേ അല്ല. ഓക്കെ, ഇതെന്തല്ല, ഒരു ആൾട്ടർനേറ്റിംഗ് സീരീസ് അല്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് കൺവേർജ് ചെയ്യില്ല. പക്ഷേ ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാൻ പറ്റും. ഇവിടെ നോക്കുക, ഇതിനൊന്ന് ഈ വിച്ച് ഈസ് ഈക്വൽ ടു ഇതിനെ മാറ്റി എഴുതാൻ പറ്റും. ആദ്യത്തെ 2 ടേമിനെ ഒന്നാക്കുക, രണ്ടാമത്തെ 2 ടേമിനെയും ഒന്നാക്കുക, മൂന്നാമത്തെ 2 ടേമിനെയും ഒന്നാക്കുക, എക്സെട്ര. അങ്ങനെ പോയിട്ടുണ്ട് എങ്കിൽ 2/2 -1/2 എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് 1/2. ഇവിടെ 2/3 -1/3 എന്ന് പറയുമ്പോൾ 2 - 1 എന്ന് പറയുമ്പോൾ 1, 1/3 കിട്ടും, 1/4 എക്സെട്ര. അപ്പോൾ ഇത് എന്ന് പറയുന്നത് സിഗ്മ I = 1 to ∞ 1/i + 1 ഫോമുല ആണ്. ഐക്ക് 1 കൊടുത്താൽ 1/2, ഐക്ക് 2 കൊടുത്താൽ 1/3 എക്സെട്ര. അപ്പോൾ ഇത് എന്താണ്, ഇത് 1/i ഫോമിൽ തന്നെയാണ് സത്യത്തിൽ. 1/i ഫോം, 1/i എന്ന് പറയുമ്പോൾ ചിസ് മോഡൽ അല്ലേ, 1/i ഫോമിൽ തന്നെയാണ്. 1/i ഫോം എന്ന് പറയുന്ന സീരീസ് എന്താണ്, ഡൈവേജ് ആണ്. ഫോർ ഇതും എന്താണ്, ഡൈവേജ് ആണ്. ഓക്കെ, ഹാർമോണിക് കൺസെപ്റ്റ്സ് ഉപയോഗിച്ചിട്ടും പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടും പറയാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അബ്സല്യൂട്ട് ആൻഡ് കണ്ടീഷണൽ കൺവേർജൻസ് എന്താണെന്നുള്ളതാണ്. അബ്സല്യൂട്ട് ആൻഡ് കണ്ടീഷണൽ കൺവേർജൻസ് എന്താണെന്നുള്ളതാണ്. അതായത് ഒരു സീരീസിനെ നമ്മൾ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോരോ ടേമിൻ്റെയും അബ്സല്യൂട്ട് വാല്യൂ, അതായത് മോഡുലസ് ഓഫ് A1, മോഡുലസ് ഓഫ് A2, അതായത് മോഡുലസ് ഓഫ് A1 + മോഡുലസ് ഓഫ് A2 + മോഡുലസ് ഓഫ് A3 + എക്സെട്ര എന്ന് എഴുതാറില്ലേ, അത് കൺവേർജ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ സീരീസ് എന്ത് പറയും, അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് എന്ന് പറയും. അല്ലാണ്ട് എന്തല്ല, ഈ സീരീസ് കൺവേർജ് ആയാൽ പോരട്ടോ, ഈ സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതായത് മോഡുലസ് ഓഫ് A1 + മോഡുലസ് ഓഫ് A2 + മോഡുലസ് ഓഫ് A3 + എക്സെട്ര എന്ന് പറയുന്ന സീരീസ് എന്താവണം, കൺവേർജ് ആവണം. ഓക്കെ,
അതുപോലെ തന്നെ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടാണ് ഇത്, നിങ്ങൾ മറക്കരുത്. ഏതൊരു അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് സീരീസും എന്തായിരിക്കും? കൺവേർജൻ്റ് ആയിരിക്കും. ഏതൊരു അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് സീരീസും എന്തായിരിക്കും? കൺവേർജൻ്റ് ആയിരിക്കും. പക്ഷേ എല്ലാ കൺവേർജൻറ്റ് സീരീസും എന്തായിക്കൊള്ളണമെന്നില്ല, അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയിരിക്കണമെന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതൊരു അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് സീരീസും എന്താണ്? കൺവേർജൻ്റ് ആയിരിക്കും. പക്ഷേ എല്ലാ കൺവേർജൻറ്റ് സീരീസും എന്തായിരിക്കണമെന്നില്ല, അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയിക്കൊള്ളണമെന്നില്ല. നമ്മളത് ഡിസ്കസ് ചെയ്യും. ഓക്കെ. ഇനി ഒരു സീരീസ് ഉണ്ട്, അത് കൺവേർജ് ചെയ്യുന്നുണ്ട്, പക്ഷേ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ല എങ്കിൽ, അതായത് കൺവേർജൻ്റ് ആണ് ആ സീരീസ് എന്ന് പറയുമ്പോൾ സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity എ ഐ കൺവേർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ മോഡുലസ് ഉപയോഗിക്കുമ്പോൾ സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity മോഡുലസ് എ ഐ എന്ത് ചെയ്യുന്നില്ല? കൺവേർജ് ചെയ്യുന്നില്ല. അങ്ങനത്തെ നമ്മൾ പറയുന്ന പേരാണ് കണ്ടീഷണലി കൺവേർജൻറ്റ്. എന്ത്? കണ്ടീഷണലി കൺവേർജൻറ്റ്. അങ്ങനത്തെ പേരാണ് കണ്ടീഷണലി കൺവേർജൻറ്റ്. അപ്പം അതിനൊരു എക്സാമ്പിളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് കൺവേർജൻസി ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഡിസ്കസ് ദി കൺവേർജൻസ് ഓഫ് ദിസ് സീരീസ് സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity minus 1 raised to I root I by 1 plus 4. അപ്പം ഇത് തുടങ്ങാം സൊല്യൂഷൻ അല്ലേ. അപ്പോൾ ഇതിൻ്റെ എന്താണ്, നമ്മൾ കൺവേർജൻസി ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത് അബ്സല്യൂട്ട് കൺവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക ആദ്യം. അപ്പം ചെക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? അത് കൺവേർജ് ആണോ അല്ലേ എന്ന് കിട്ടി. രണ്ടും കിട്ടും. അതായത് എവറി അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് സീരീസ് ആർ കൺവേർജൻറ്റ്. ഓക്കെ. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണോ ചെക്ക് ചെയ്യും. അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് കൺവേർജൻ്റ് ആണോ ചെക്ക് ചെയ്യും. അപ്പോൾ കൺവേർജൻ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് കണ്ടീഷണലി കൺവേർജൻ്റ് എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ആദ്യം എ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ? -1 raised to I root I divided by 1 I plus 4 അല്ലേ. അങ്ങനെയാണ് മോഡുലസ് എ ഐ എന്ന് പറഞ്ഞാൽ മൈനസ് അങ്ങ് ഒഴിവാക്കിയാൽ മതി അല്ലേ. റൂട്ട് I by I plus 4. ഓക്കെ. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ബി ഐ നമുക്ക് എന്ത് ചെയ്യണം? ഇത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണോ എന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് ആണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. ഗ്രേറ്റർ ദാൻ 1 ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും അല്ലേ? 0-നേക്കാട്ടിലും അതായത് 1-നേക്കാട്ടിലും കുറവാണെങ്കിൽ നമുക്ക് പറയാം കൺവേർജൻ്റ് ആണ്. 1-നേക്കാട്ടിലും കൂടുതലാണെങ്കിൽ ഡൈവേർജൻ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതെന്താണ്? 1 ആണെങ്കിലും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. റേഷ്യോ കൺവേർജൻസ് ടെസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചാൽ. ബി ഐ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/√I. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം ലിമിറ്റ് I ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് AI ഡിവൈഡഡ് ബൈ BI. ഓക്കെ. ഈ റൂട്ട് I 1/√I നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? അത് ജസ്റ്റ് ഇവിടുന്ന് ഐനെ ടേക്ക് ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യും? I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √I² ആണ്. അപ്പോൾ √I ക്യാൻസൽ വിത്ത് √I² എന്നൊന്നും പോയിട്ടുണ്ടെങ്കിൽ ഈ എന്ത് ചെയ്യും? കറസ്പോണ്ടിങ് ആയിട്ട് വരിക 1/√I × 1 + 4/I എന്നാണ്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റ് സാധനത്തിന് അങ്ങ് ഒഴിവാക്കുക. അപ്പം വരുന്നത് ഇവിടെ സത്യത്തിൽ കോൺസ്റ്റൻ്റ് അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ √I/I ആണ്. അപ്പം ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 1/√I എന്ന് പറയുന്ന ഫോമിൽ കിട്ടും ബി ഐന്. ഓക്കെ. അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ മോഡുലസ് ഓഫ് എ ഐൻ്റെ സ്ഥാനത്ത് √I/I plus 4, പിന്നെ അതുപോലെ തന്നെ ബി ഐൻ്റെ സ്ഥാനത്ത് 1/√I അപ്ലൈ ചെയ്യുക. അപ്പം ലിമിറ്റ് I ടെൻസ് ടു ഇൻഫിനിറ്റി √I/I plus 4 × റെസിപ്രോക്കൽ വരും ഇതിൻ്റെ അല്ലേ. √I/I വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? കറസ്പോണ്ടിങ് ആയിട്ട് ലിമിറ്റ് I ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ √I × √I ഡിവൈഡഡ് ബൈ I plus 4. Then you will get limit I tends to infinity I take outside അല്ലേ. ഐനെ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ 1 + 4/I. Then I cancel with I. You will get limit I tends to infinity 1/1 + 4/I. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 4/I എന്തായി പോകും? ബിക്കം 0. അപ്പോൾ 1/1 മാത്രമേ നമുക്കുണ്ടാവും. ദാറ്റ് ഈസ് 1. അപ്പം നമ്മളുടെ എന്താണ് ഇവിടെ സിഗ്മ ബി ഐ എന്താണ്? ഡൈവേർജൻറ്റ് സീരീസ് ആണ്. കാരണം 1/√I 1/I എന്ന് പറയുന്ന സീരീസ് സിഗ്മ 1/I സിഗ്മ 1/√I ഒക്കെ എന്ന് പറയുന്ന സീരീസ് ഒക്കെ എന്താണ്? ഡൈവേർജൻറ്റ് സീരീസ് ആണ്. അപ്പം അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കമ്പാരിസൺ ബൈ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? സിഗ്മ
ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എ ഐ എന്താണ് ഡൈവേർജസ് ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ സംബന്ധിച്ച് ഇനിയുള്ളത് എന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ അപ്പം ഇത് എന്താണ് കൺവേർജ് അല്ല എന്ന് കിട്ടി. അതായത് സിഗ്മ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എ ഐ ഡൈവേർജ് ആണ് എന്ന് കിട്ടി. അതായത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്ത്. ഇനി കൺവേർജൻ്റ് ആണോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ല, പക്ഷെ കൺവേർജൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ് കണ്ടീഷണലി കൺവേർജൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എ ഐ ഈക്വൽ ടു അല്ലേ -1/i√i/i+4. ഇവിടെ അതിലൊരു -1 വരുന്നത് കൊണ്ട് √i വരുന്നത് കൊണ്ട് അതൊരു ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണോ ചെക്ക് ചെയ്താൽ മതി. ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണെങ്കിൽ കൺവേർജൻ്റ് ആണ് എന്ന് വേഗം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് എവറി ആൾട്ടർനേറ്റിംഗ് സീരീസ് ഈസ് കൺവേർജൻ്റ്. അപ്പോൾ A1 എന്ന് പറയുന്നത് -1/5, A2 എന്ന് പറയുന്നത് അല്ലേ അപ്ലൈ ചെയ്യുക. അപ്പോൾ 2 വരുമ്പോൾ √2 / 2 + 4 ദാറ്റ് ഈസ് √2/6. A3 എന്ന് പറയുന്നത് 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 -1 ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് തന്നെ √3 / 3 + 4 ദാറ്റ് ഈസ് 7. ദെൻ A4 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് അപ്ലൈ ചെയ്യുക. 4 അപ്ലൈ ചെയ്യുക. 4 കൊടുക്കുമ്പോൾ ഇത് പോസിറ്റീവ് ആയിരിക്കും. 4 കൊടുത്താൽ √4 എന്ന് പറഞ്ഞാൽ 2, 4 + 4 എന്ന് പറഞ്ഞാൽ 8, അത് 2/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. ദെൻ A5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് യു വിൽ ഗെറ്റ് -1 × √5 / 5 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 9. ഓക്കെ, അപ്പം A6 ഈക്വൽ ടു 6 അപ്ലൈ ചെയ്യാം. ദിസ് ഈസ് പോസിറ്റീവ്, ദിസ് ഈസ് √6 / 6 + 4 ദാറ്റ് ഈസ് 10, എക്സെട്ര. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇവിടെ A1ൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ -1/4 മോഡുലസ് ഓഫ് A1 എന്ന് പറയുമ്പോൾ 1/5. പക്ഷേ അതിലേക്കും വലുതാണ് ആര് √2/6. അതിലേക്കും കുറച്ചുകൂടി വലുതാണ് A3 √3/7. അതിലേക്കും വലുതാണ്, മോഡുലസ് ആണ് കേട്ടോ പറയുന്നത്. പക്ഷേ A4 ഇങ്ങോട്ട് 1/4 √5/9 √6/10 ഒക്കെ എന്താണ് പിന്നെയും ചെറുതാവുന്നതാണ്. അതായത് ഈ 3 ടേം അല്ലാത്ത ബാക്കിയുള്ള ടേമുകളിലൊക്കെ എന്താണ് ഡിക്രീസിങ് ആണ് നമുക്ക് കിട്ടും. ഇത് വേറൊരു രീതിയിലും ചെയ്യാൻ പറ്റും. മോഡുലസ് AI എടുക്കാം. എന്താണ് മോഡുലസ് AI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √i/i+4 ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഐ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണോ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യലുണ്ട്. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യൽ? അതായത് അത് ഡെറിവേറ്റീവ് എടുത്തിട്ട് അത് എപ്പോഴാണ് 0-നേക്കാട്ട് ചെറുതാവുകയാണ് എങ്കിൽ <0 ആണ് ഡെറിവേറ്റീവ് എങ്കിൽ അല്ലേ എന്ത് പറയും നമ്മൾ? അത് ഡിക്രീസിങ് സീരീസ് ആണ് എന്ന് പറയും. അല്ലെങ്കിൽ =0 കൊടുക്കും. എന്നിട്ട് എവിടെയാണ് അത് 0 കറൻറ്റ് ചെയ്യുന്നതെങ്കിൽ 0 ആവുന്ന അതിന് ശേഷമുള്ള ഭാഗത്തൊക്കെ ചെറുതായിരിക്കും അല്ലേ? അങ്ങനെയും നമുക്ക് ചെയ്യാം. 2 രീതിയിലും ചെയ്യാം. ആ രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ടുള്ള രീതിയാണ്. അപ്പോൾ A4 ഗ്രേറ്റർ ദാൻ ആണ് എപ്പോഴും A5-നേക്കാൾ മോഡുലസ് A5-നേക്കാട്ടും മോഡുലസ് A5 ഗ്രേറ്റർ ദാൻ ആണ് മോഡുലസ് A6, അതിനേക്കാട്ടിലും ഗ്രേറ്റർ ദാൻ ആണ് മോഡുലസ് A7 എക്സെട്ര. അപ്പോൾ നമുക്ക് ഇതെന്താണ് ഇവിടെ മുതൽ A4 മുതൽ അങ്ങോട്ട് ഈ 3 കുഞ്ഞാപ്പുകളെയും മാറ്റി നിർത്തി ബാക്കിയുള്ള ഭാഗങ്ങൾ എടുക്കുമ്പോൾ അതെന്താണ് ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ലിമിറ്റ് I ടെൻസ് ടു മോഡുലസ് ഓഫ് AI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് I ടെൻസ് ടു ഇൻഫിനിറ്റി √i/i+4 അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യുക √iനെ ടേക്ക് ഔട്ട് സൈഡ്. അപ്പോൾ ലിമിറ്റ് √i ക്യാൻസൽ ആയി ചെയ്യപ്പെടും. ദെൻ യു വിൽ ഗെറ്റ് ലിമിറ്റ് I ടെൻസ് ടു ഇൻഫിനിറ്റി 1/√i 4/√i 0 become 0 that is equal to 0. Then അപ്പോൾ നമുക്ക് ഇതിൻ്റെ മോഡുലസ് കൺവേർജും ചെയ്യുന്നുണ്ട്. therefore ഇതെന്താണ്, അതായത് ഈ A1 A2 A3 കൺസിഡർ ചെയ്യാതെ ബാക്കി A4 മുതൽ അങ്ങോട്ട് എടുക്കുമ്പോൾ അതെന്താണ് ഒരു ആൾട്ടർനേറ്റിംഗ് സീരീസാണ്. ദാറ്റ് ഈസ് ആൾട്ടർനേറ്റിംഗ് ആയതുകൊണ്ട് എന്താണ് അല്ലേ ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് എന്താണ് കൺവേർജ് ആണ്. അപ്പോൾ ഇവിടെ സംബന്ധിച്ച് എന്താണ് ഇവിടെ എന്തായി
സംഭവം എന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ രണ്ട് കാര്യങ്ങളായി. ഇതെന്തല്ല അബ്സല്യൂട്ട് കൺവേർജൻ്റ് അല്ല, പക്ഷേ കൺവേർജൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്നും എന്ത് കിട്ടി നമുക്ക്? ഇതൊരു കണ്ടീഷണലി കൺവേർജൻറ്റ് സീരീസ് ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ഇനി നമ്മൾക്കുള്ള ഹോംവർക്കുകളാണ് നമ്മൾ ഇന്ന് ചെയ്ത മോഡലിലുള്ള ക്വസ്റ്റ്യൻ. ആദ്യം എസ്റ്റിമേറ്റ് ദി സം ഓഫ് ദി സീരീസ് വിത്ത് ആൻ എറർ ഓഫ് നോ മോർ ദാൻ സ്പെസിഫൈഡ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യനുകൾ നോക്കുക. സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity minus 1 raised to I divided by 3 raised to I plus 1. ഇവിടുത്തെ എറർ എന്ന് പറയുന്നത് 0.04. മോളിൽ ചെയ്തതുപോലെ, മോളിൽ നമ്മൾ ആദ്യത്തെ വർക്ക് ചെയ്തതുപോലെ തന്നെ അല്ലേ, അതിൽ എന്ത് കൊടുത്താൽ മതി? 0.04ൻ്റെ സ്ഥാനത്ത് 0.01 കൊടുക്കണം. അതുപോലെ തന്നെ AI-ൻ്റെ സ്ഥാനത്ത് അവിടെ തന്നിട്ടുള്ള കുഞ്ഞാപ്പും കൊടുത്താൽ നിങ്ങൾക്ക് അതിനുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ കിട്ടും. ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണോ നോക്കുക. ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണെങ്കിൽ കൺവേർജ് ചെയ്യുമെന്ന് പറയാം. കൺവേർജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇവിടെ അതുമല്ല കൺവേർജ് ചെയ്യുന്നതെന്ന് പറയണം. കാരണം എന്തുകൊണ്ട്? എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത പ്രോപ്പർട്ടി, അതായത് എറർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, എറർ 1/4ൻ്റെ സ്ഥാനം 0.04ൻ്റെ സ്ഥാനത്ത് 0.01 അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് അവിടെ പോവുക, ആൻസർ കിട്ടും. N+1 അല്ലെങ്കിൽ I+1 എന്താണെന്ന് നോക്കുക. ഇതിൽ നിന്നും ചെക്ക് ചെയ്യുമ്പോൾ കിട്ടും. അടുത്തത് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കേണ്ടത് N ഈക്വൽ ടു 1 to infinity minus 1 raised to n into n by 4 n cube plus 1. ഇവിടെ 4ൻ്റെ സ്ഥാനത്ത് കൊടുക്കേണ്ടത് നോക്കുക. AI-ൻ്റെ സ്ഥാനത്തുള്ളത് AN ആണ് കേട്ടോ. AI നല്ല എടുക്കേണ്ടത്, ഇവിടെ AN എന്നാണ് വരിക. I എടുത്തിട്ടുണ്ടെങ്കിൽ N-ൻ്റെ സ്ഥാനത്തൊക്കെ I ആക്കിയാലും മതി. ഇവിടെ അതുപോലെ തന്നെ എററിൻ്റെ സ്ഥാനത്ത് 0.04ൻ്റെ സ്ഥാനത്ത് 0.005 അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ N ഈക്വൽ ടു 1 to infinity minus 1 raised to n by 2n plus 1 by 5 raised to n. ഇവിടെ ഐൻ്റെ സ്ഥാനത്ത് n ആണ് എന്നേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതുപോലെ 0.04ൻ്റെ സ്ഥാനത്ത് 0.02 ആണ് എന്നേ ഉള്ളൂ. സെയിം വേ A1 A2 A3 ഉണ്ട്. AI ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? AI ജനറലൈസ് ചെയ്ത് കാണാൻ കഴിയുമോ നോക്കുക. അതുപോലെ തന്നെ വേറൊന്നുള്ളത് 0.04ൻ്റെ സ്ഥാനത്ത് 0.02 അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്തു? കിട്ടിക്കഴിഞ്ഞു. അടുത്ത ഹോംവർക്ക്, ടെസ്റ്റ് ദി സീരീസ് ഫോർ കൺവേർജൻസ് ആൻഡ് അബ്സല്യൂട്ട് കൺവേർജൻസ്. ആൻഡ് ഇവിടെ ഒരു സ്പേസ് ഉള്ളതായിരുന്നു, അത് ഇടാൻ മറന്നുപോയതാണ്, സോറി. ടെസ്റ്റ് ദി സീരീസ് ഫോർ ദി കൺവേർജൻസ് ആൻഡ് അബ്സല്യൂട്ട് കൺവേർജൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സിഗ്മ N ഈക്വൽ ടു 1 to infinity minus 1 raised to n divided by root. അടുത്ത ക്വസ്റ്റ്യൻ സിഗ്മ K ഈക്വൽ ടു 1 to infinity minus 1 raised to k into k by k plus 1. അടുത്ത സിഗ്മ N ഈക്വൽ ടു 1 to infinity minus 1 raised to n divided by 8n plus 1 2. അങ്ങനെ ഈ മൂന്നെണ്ണത്തിൻ്റെയും കൺവേർജൻസി കാണാനാണ്. ചിലപ്പോൾ അത് കൺവേർജ് ചെയ്യും. കൺവേർജൻസിൻ്റെ ചെക്ക് ചെയ്യുമ്പോൾ സുഖമാണ്. ഇവിടെ ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ കൺവേർജൻസി സുഖമായി കിട്ടും. പിന്നെ ചെക്ക് ചെയ്യാനുള്ള അബ്സല്യൂട്ട് കൺവേർജൻസിൻ്റെ ആണ്. അതിൻ്റെ മോഡുലസ് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. കമ്പാരിസൺ ടെസ്റ്റ്, റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് കേട്ടോ. റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് അത് കൺവേർജ് ആണോ നോക്കാം. ഓക്കെ, കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കാം. കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഡൈവേർജൻസി മാത്രമേ ചെക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അണ്ടർസ്റ്റുഡ്? ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യന് 1 minus 1/2 plus 2/3 minus 3/4 plus 4/5. ഇത് ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ചെയ്താൽ മതി. അടുത്തത് 1 minus 1/2 അല്ലേ, A1 A2 A3 ചെക്ക് ചെയ്യുക, കൊടുക്കുക, ആൾട്ടർനേറ്റിംഗ് ആണോ നോക്കുക. ഇതും സെയിം, ആറാമത്തും സെയിം വേയിൽ നിങ്ങൾ ചെയ്യുക. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിലോ ഗ്രൂപ്പിലോ വരാവുന്നതാണ്. അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതിലും ചെക്ക് ചെയ്തിട്ട് വരാവുന്നതാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.